ഇടമലയാർ കേസിൽ 45 പ്രതികൾക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. വിജിലൻസിന്റെ പരിശോധനയിൽ നിർമ്മാണത്തിന് വേണ്ടത്ര സാധന സാമഗ്രികൾ ചേർക്കാതെ പണിതു സർക്കാരിന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ആകെ 51 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പ്രതിയെ മുഴുവൻ കേസുകളിലും വെറുതെ വിട്ടിട്ടുണ്ട്. ഒരു പ്രതിക്ക് 3 കേസുകളിൽ വെറുതെ വിട്ടു, 2 കേസുകൾ ശിക്ഷിച്ചിട്ടുണ്ട്. 6 പേർ ഈ വിചാരണ വേളയിലും അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുമായിട്ട് മരിച്ചിട്ടുണ്ട്. MS ലിഷോ വിവരങ്ങൾ ലിഷോ, എന്തൊക്കെയാണ് വിധിയിലെ വിവരങ്ങൾ? അഴിമതി നിരോധന നിയമപ്രകാരം 3 വർഷം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമാണ് ഈ പ്രതികൾക്ക് ഭൂരിഭാഗവും ലഭിച്ചിരിക്കുന്നത്. ഗൂഢാലോചനയ്ക്കും 120B പ്രകാരം 3 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും വിധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 51 പ്രതികളാണ് ആകെ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ വെറുതെ വിടുകയും 6 പേർ മരണപ്പെടുകയും ചെയ്തു. 44 പ്രതികളാണ് നിലവിൽ ഉള്ളത്. ഒരു പ്രതിയെ ആണ് കേസിൽ വെറുതെ വിട്ടത്. ഇടമലയാർ കനാൽ അഴിമതി കേസിലാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു വിധി തൃശൂർ വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇടമലയാർ ഇറിഗേഷൻ പദ്ധതി പ്രകാരം ചാലക്കുടി കനാല് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി 1 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ്, 1 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് അന്നത്തെ കേസ്. 8 കിലോമീറ്റർ ദൂരമുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് 200 മുതൽ 300 മീറ്റർ വരെയുള്ള ദൂരത്തിന് ഓരോ കമ്പനിക്കും കരാർ നൽകി എന്നുള്ളതാണ് അഴിമതി. ആ കരാർ നൽകിയത് മാത്രമല്ല, നിർമ്മിച്ച കനാലിന് വേണ്ടത്ര സാധന സാമഗ്രികൾ ചേർക്കാതെയാണ് ഈ ആവശ്യമായ ഒരു നിർമ്മാണത്തിന്റെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണനിലവാരമോ ഇല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 39 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധിക്കുകയും ഈ കുറ്റക്കാർക്കെതിരെ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി.